ഇന്നത്തെ റെസിപ്പി റവയും പഴമൊക്കെ വെച്ചിട്ട് സിമ്പിളായിട്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെയാണ്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള 2 നേന്ത്രപ്പഴം ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നെയ്യിൽ കിടന്നിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കണം. അത്യാവശ്യം കളറൊക്കെ മാറി ചെറുതായിട്ട് ബ്രൗൺ കളറായിട്ട് കിട്ടണം. അപ്പോൾ പഴമൊക്കെ ഏകദേശം വഴന്ന് വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കുറച്ച് സമയം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്ത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൽ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ 1 കപ്പ് റവ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. റവ നന്നായിട്ട് ചൂടായിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കിട്ടണം. അപ്പോൾ കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ വറുത്തെടുക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യും കൂടെ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റ്. അപ്പോൾ റവ നന്നായിട്ട് വറുത്തെടുത്ത് കഴിഞ്ഞാൽ ഇനി വേറൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതേ ബൗളിൽ ഞാനിപ്പോൾ 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാലിന് പകരം വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല. 1 കപ്പ് പാലും 1/2 കപ്പ് സാധാരണ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം, ഇനി മുഴുവനായിട്ട് പാലെടുക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വനില എസൻസ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഏലക്ക പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഒരു പാല് നന്നായിട്ട് തിളച്ച് വരണം. തിളച്ച് വരുന്ന സമയത്ത് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന റവ ഇതിലേക്ക് ചേർത്തിട്ട് കൈയെടുക്കാതെ തന്നെ ഇളക്കി വേവിച്ചെടുക്കാം. അപ്പോൾ റവ നന്നായിട്ട് കുറുകി വരണം. വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് കുറുകി വരണം. അപ്പോൾ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് തന്നെ കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങയും പഴമുള്ള മിക്സ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. പിന്നെ നിങ്ങൾക്ക് പഴമൊക്കെ വറുത്തെടുക്കുന്ന സമയത്ത് നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നട്ട്സ് വറുത്ത് കോരിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആവും. ഇടയ്ക്കിടയ്ക്ക് കടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി ഇതിലേക്കൊരു പിഞ്ച് അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നേരത്തെ ചേർക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഞ്ചസാരയൊക്കെ ചേർക്കുന്ന സമയത്ത് പാലിൽ ചേർത്ത് കൊടുത്താലും മതിയാവും. ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്ത് ഇനി ഒരു ബൗളിൽ ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ബൗളിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് ഒന്ന് ലെവൽ ചെയ്ത് എടുത്താൽ മതിയാവും. ഈ ഒരു ബൗളിൽ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഫ്ലിപ്പ് ചെയ്തെടുക്കാനും എളുപ്പമായിരിക്കും. ഇനി ഇതുപോലെ പ്രസ് ചെയ്തെടുത്ത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുത്ത് ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അങ്ങനെ ആകുമ്പോൾ കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും. എന്നിട്ടൊരു ബൗളിലേക്ക് ഫ്ലിപ്പ് ചെയ്തെടുക്കാം. കുട്ടികൾക്കൊക്കെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.